ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിലെ ചട്ടിക്കുളം തടി ഡിപ്പോയ്ക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വനവ്യാപാരത്തിന്റെ ചരിത്രമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വനമേഖലയിൽ നിന്നുള്ള തടികൾ ശേഖരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന ഇടത്താവളമായിരുന്നു ചട്ടിക്കുളം. ഇവിടെ നിന്നാണ് അക്കാലത്ത് പ്രശസ്തമായ കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ വഴി തടികൾ കടത്തിയിരുന്നത്. വെയിലേറ്റ് തടികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാർ അന്ന് നട്ടുപിടിപ്പിച്ച തണൽ മരങ്ങൾ ഇന്നും ചട്ടിക്കുളം ഡിപ്പോയിൽ തലയുയർത്തി നിൽക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. തേക്ക്, ഈട്ടി തുടങ്ങിയ വിലപിടിപ്പുള്ള തടികളുടെ പ്രധാന വിപണന കേന്ദ്രമായ ഇവിടെ നിന്ന് വ്യവസായ ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണത്തിനുമുള്ള തടികൾ ലഭ്യമാണ്. ചരിത്രവും ബിസിനസ്സും ഒരുപോലെ ഒത്തുചേരുന്ന ചട്ടിക്കുളം ഇന്നും മലയോര മേഖലയുടെ പ്രധാന പെരുമയായി തുടരുന്നു. ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിലെ ചട്ടിക്കുളം തടി ഡിപ്പോയ്ക്ക് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വനവ്യാപാരത്തിന്റെ ചരിത്രമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വനമേഖലയിൽ നിന്നുള്ള തടികൾ ശേഖരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന ഇടത്താവളമായിരുന്നു ചട്ടിക്കുളം. ഇവിടെ നിന്നാണ് അക്കാലത്ത് പ്രശസ്തമായ കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ വഴി തടികൾ കടത്തിയിരുന്നത്. വെയിലേറ്റ് തടികൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ ബ്രിട്ടീഷുകാർ അന്ന് നട്ടുപിടിപ്പിച്ച തണൽ മരങ്ങൾ ഇന്നും ചട്ടിക്കുളം ഡിപ്പോയിൽ തലയുയർത്തി നിൽക്കുന്നത് കൗതുകകരമായ കാഴ്ചയാണ്. തേക്ക്, ഈട്ടി തുടങ്ങിയ വിലപിടിപ്പുള്ള തടികളുടെ പ്രധാന വിപണന കേന്ദ്രമായ ഇവിടെ നിന്ന് വ്യവസായ ആവശ്യങ്ങൾക്കും വീട് നിർമ്മാണത്തിനുമുള്ള തടികൾ ലഭ്യമാണ്. ചരിത്രവും ബിസിനസ്സും ഒരുപോലെ ഒത്തുചേരുന്ന ചട്ടിക്കുളം ഇന്നും മലയോര മേഖലയുടെ പ്രധാന പെരുമയായി തുടരുന്നു.